ഈ 3 സ്കിൽസാണ് എലൺ മസ്കിനെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാക്കി മാറ്റിയത്. ഏതൊക്കെയാണെന്നല്ലേ നോക്കാം. ഒന്ന്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലൂടെ ചിന്തിച്ച് സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു. റീതിങ്ക് ചെയ്യുക, റീഡിഫൈൻ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ ടെസ്ല ഒരു സാധാരണ കാറല്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പേസ് എക്സ് ഒരു സാധാരണ റോക്കറ്റ് കമ്പനി അല്ലാത്തത്. രണ്ട്, എക്സ്ട്രീം റിസ്ക് ടോളറൻസ് ആണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു സമയത്ത് ടെസ്ലയിലും അതുപോലെ സ്പേസ് എക്സിലും അദ്ദേഹത്തിന് 90% ഇൻവെസ്റ്റ്മെൻറ്റ് വിട്ടിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതെറ്റാനും ഫെയിലർ ആയി കഴിഞ്ഞാൽ എന്തായിരുന്നു സംഭവിക്കുക? ഹി വിൽ ബിക്കം ബ്രോക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആരാണോ അവർക്കാണ് ഏറ്റവും വലിയ വിജയം ഉണ്ടാവുക. മൂന്ന്, ലോങ് ടേം ഒബ്സഷനാണ്. പതിറ്റാണ്ടുകൾക്കപ്പുറം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അതുകൊണ്ടാണ് ഇപ്പോൾ മാർസിൽ പോകുന്ന കാര്യവും AI-നെക്കുറിച്ചും അതുപോലെ സോളാർ എനർജീനെക്കുറിച്ചൊക്കെ അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സംസാരിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പഠിച്ചെടുത്ത യുണീക്കായ സ്കില്ലുകൾ പഠിക്കാൻ ഫോളോ മൈ ചാനൽ.